Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഹെൽത്തിയും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കനും വെജിറ്റബിൾ കൊണ്ടും ഉണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. മിക്ക സൂപ്പുകൾ ഉണ്ടാക്കാനായിട്ടും വളരെ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ സൂപ്പ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സൂപ്പാണ്. അതുമാതിരി തന്നെ ഒരു ഹൈ പ്രോട്ടീൻ സൂപ്പാണ് ഇത്. ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, അതുമാതിരി തന്നെ നമ്മുടെ ഫൈബേഴ്സിനായിട്ട് നമ്മൾ വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി വീക്ക് ആയിട്ടിരിക്കുമ്പോൾ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്ന് ബൂസ്റ്റപ്പ് ആക്കാനായിട്ട് നമുക്ക് ഈ സൂപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസ് ഞാൻ ഇവിടെ റെഡി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായി തന്നെ കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ചിക്കൻ ലെഗ്സ് നമുക്ക് ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ബോൺലെസ് ആക്കിയതിൻ്റെ ബാക്കിയുള്ള എല്ല്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ കാർട്രിഡ്ജുകളും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തതായിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുത്തേക്കുന്ന വെജിറ്റബിൾ ഇടാം. നമ്മളിവിടെ 1.5 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 1 തക്കാളി, 1 ഒനിയൻ, ഇതെല്ലാം കൂടെ നമ്മൾ റഫായി കട്ട് ചെയ്തെടുത്തത് കുക്കറിലേക്ക് ഇടാം. അടുത്ത ഇതിലേക്ക് 1 ബഞ്ച് റഫ്ലി ചോപ്പ് ചെയ്ത മല്ലിയില, ചെറുതായി കട്ടിയെടുത്ത വലിയ 4 ഗാർലിക്ക്, ചെറുതായി കട്ടിയെടുത്ത ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഉപ്പ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്ത ഇതിലേക്ക് നമുക്ക് 4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം നമ്മുടെ കുക്കർ സ്റ്റവിലേക്ക് വെക്കാം. അടുത്തായി 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ സിമ്മിലും നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു ഫേവർ ചോദിക്കാറുണ്ട്. നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനും അതുമാതിരി നമ്മളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാണ്ട് തന്നെ ഓരോ ലൈക്സ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ സിമ്മിലും അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് തുറന്ന് ചിക്കൻ മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുകൊണ്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ സൂപ്പ് നമ്മൾ ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഗൈസ്, അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ ബോണെല്ലാം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ചിക്കൻ നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ബ്ലെൻഡ് ചെയ്ത സൂപ്പ് നമുക്കൊരു ബോളിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ആൻഡ് വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കൊരു ബോളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഷ്രെഡ് ചെയ്ത ചിക്കൻ കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ വെജിറ്റബിൾ സൂപ്പ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുമാതിരി തന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം കറക്റ്റ് റൈറ്റ് എമൗണ്ട് ആണ്. മണി ബാക്ക് ഗ്യാരണ്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന സൂപ്പുകളിലൊന്നാണ് ഈ സൂപ്പ്. നിങ്ങൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ട മാതിരി വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയ റെസിപ്പി കാണാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അതുമാതിരി നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈഫ് സീ വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.